നമസ്കാരം, ഡിസ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനു കെ ജി. ഒപ്പം മിഥുൻ മെൻഡസ്. പ്രധാന വാർത്തകൾ. 24ാമത് കോളേജ് ഡേ ആഘോഷിച്ച് അങ്കമാലി ഡീപോൾ കോളേജ്. നീലേശ്വരത്ത് കുട്ടികൾക്കായി നിയമബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് ഡീപോൾ എക്സ്റ്റൻഷൻ സർവീസ്. സെറ്റ് ഡിസൈൻ വർക്ക്ഷോപ്പ് നടത്തി സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വിദ്യാർത്ഥികൾക്ക് നേതൃത്വ പരിശീലനവുമായി MBAയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. 24ാമത് കോളേജ് ഡേ ആഘോഷമാക്കി വിദ്യാർത്ഥികൾ. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ആഘോഷങ്ങൾ രാത്രി 8:30 വരെ നീണ്ടു. കോളേജിലെ ഏറ്റവും വലിയ ആഘോഷമായ കോളേജ് ഡേ പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ, മേരി മാതാ പ്രൊവിൻഷ്യൽ റവറൻഡ് ഫാദർ അലക്സ് ചാലക്കുടി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ വിനോദ് കുമാർ N വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. തുടർന്ന് പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ദേശീയ തലങ്ങളിലെ കലാകായിക മത്സരങ്ങളിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ വാർഷികാഘോഷങ്ങൾക്ക് ഹൃദ്യത പകർന്നു. വൈകിട്ട് 6 മണിയോടെ ഗായകൻ ലിബിൻസ് കറിയ നേതൃത്വം നൽകിയ ഇലക്ട്രോ സിഗ്നൽസ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച മ്യൂസിക് ഷോയും നടന്നു. രാത്രി 8:30 വാർഷികാഘോഷങ്ങൾക്ക് സമാപനമായി. ഡീപോൾ എക്സ്റ്റൻഷൻ സർവീസിന്റെയും കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ നീലേശ്വരം SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നിയമബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികളുടെ അവകാശങ്ങൾ, വ്യക്തിഗത സുരക്ഷ, ഉത്തരവാദിത്വങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം നൽകുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. പരിപാടിയിൽ നിയമവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ ലളിതമായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു. കുട്ടികൾ നേരിടാൻ സാധ്യതയുള്ള സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്, അവയിൽ നിന്ന് എങ്ങനെ സ്വയം സംരക്ഷിക്കാം എന്നതും അവതരിപ്പിച്ചു. ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുകയും അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നൽകുകയും ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. 2ാം വർഷ മൾട്ടിമീഡിയ വിദ്യാർത്ഥികൾക്കായി സെറ്റ് ഡിസൈൻ വർക്ക്ഷോപ്പ് നടത്തി. അസോസിയേറ്റ് പ്രൊഡക്ഷൻ ഡിസൈനറും മീഡിയ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ആരതി ബാബുവിന്റെ നേതൃത്വത്തിലാണ് വർക്ക്ഷോപ്പ് നടന്നത്. 2ാം വർഷ മൾട്ടിമീഡിയ വിദ്യാർത്ഥികളുടെ പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന വിഷയത്തോടനുബന്ധിച്ച് ഫൈനൽ പ്രൊജക്ടിന്റെ ഭാഗമായാണ് സെറ്റ് ഡിസൈൻ വർക്ക്ഷോപ്പ് നടത്തിയത്. മൾട്ടിമീഡിയ 24 ബാച്ചിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ 1 എന്ന് പറയുന്ന സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ പ്രൊജക്റ്റ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 24 ബാച്ചിനെ മൊത്തത്തിൽ 5 ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തിട്ട് 5 ഗ്രൂപ്പുകാരും ഓരോ തീം വീതം എടുത്തിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഈ ഗ്രൂപ്പുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്ലേ മോഡലിംഗ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ സ്പേസ് ആയിട്ടാണ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ഒരു പീഡിയാട്രിഷ്യന്റെ ഒരു സ്പേസ് ഉണ്ട്, ദെൻ വി ഹാവ് എ ജേർണലിസ്റ്റിന്റെ ഒരു റൂമുണ്ട്, അതുപോലെ ഒരു ഡിറ്റക്റ്റീവിന്റെ സ്പേസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഒരു അത്ലറ്റിന്റെ സ്പേസ്. ഇങ്ങനെ 5 ഗ്രൂപ്പുകാരും 5 രീതിയിലാണ് ചെയ്യുന്നത്. അസോസിയേറ്റ് പ്രൊഡക്ഷൻ ഡിസൈനറും മീഡിയ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ആരതി ബാബുവിന്റെ നേതൃത്വത്തിലാണ് വർക്ക്ഷോപ്പ് നടന്നത്. കോളേജിലെ തന്നെ വിവിധ മുറികളിലാണ് വിദ്യാർത്ഥികൾ സെറ്റ് ഡിസൈൻ ഒരുക്കിയത്. MBA 1ാം വർഷ വിദ്യാർത്ഥികൾക്കായി ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ച് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. പൂർവ്വ വിദ്യാർത്ഥിയായ ഡോറിസ് ബെന്നിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. MBA 1ാം വർഷ വിദ്യാർത്ഥികൾക്കായി നേതൃത്വപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് പ്രത്യേക ലീഡർഷിപ്പ് ഇംപ്രൂവ്മെന്റ് ക്ലാസ് സംഘടിപ്പിച്ചു. കോളേജിലെ പഴയ വിദ്യാർത്ഥിയായ ഡോറിസ് ബെന്നിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഈ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പഠനാനുഭവമായി മാറി. ക്ലാസിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിവിധ ഗെയിമുകളും ഗ്രൂപ്പ് ആക്ടിവിറ്റികളും സംഘടിപ്പിച്ചു. ഈ പ്രവർത്തനങ്ങളിലൂടെ ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ, പ്രശ്നപരിഹാര ശേഷി തുടങ്ങിയ നേതൃഗുണങ്ങൾ പ്രായോഗികമായി പരിചയപ്പെടാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു. BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കൾനറി ആർട്സ് വിഭാഗം അസോസിയേഷൻ ടേസ്റ്റ് ബഡ്സിന്റെ ആഭിമുഖ്യത്തിൽ മീറ്റ ബസാർ എന്ന പേരിൽ ഇന്ത്യൻ സ്വീറ്റ്സ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ മിഠായികൾ തയ്യാറാക്കുന്ന രീതികൾ പരിചയപ്പെടുത്തുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ BSc HM ആൻഡ് CA വകുപ്പ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മീറ്റ ബസാർ എന്ന പേരിൽ ഇന്ത്യൻ സ്വീറ്റ്സ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ മിഠായികളുടെ തയ്യാറാക്കൽ രീതികളും അതിന്റെ സാംസ്കാരിക പ്രാധാന്യവും പരിചയപ്പെടുത്തുക എന്നതായിരുന്നു പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. വർക്ക്ഷോപ്പിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രശസ്തമായ മിഠായികൾ, ലഡു, ജിലേബി, ബർഫി, ഗുലാബ് ജാമുൻ, ഹൽവ തുടങ്ങിയവ തയ്യാറാക്കുന്ന രീതികൾ പ്രായോഗികമായി അവതരിപ്പിച്ചു.
പ്രമുഖ ഷെഫ് സജിത് കുമാർ ആവശ്യമായ ചേരുവകൾ, അതിന്റെ ശരിയായ അളവുകൾ, പാചകത്തിലെ പലതരത്തിലുള്ള രീതികൾ, അലങ്കാര രീതികൾ തുടങ്ങിയവ വിശദമായി വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു. മിഠായികളുടെ രുചിയും ഗുണനിലവാരവും നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർ പങ്കുവച്ചു. വിദ്യാർത്ഥികൾ ടീമുകളുമായി വിഭജിച്ച് വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള അവസരവും നൽകി. തയ്യാറാക്കിയ വിഭവങ്ങൾ അധ്യാപകരും ഷെഫും വിലയിരുത്തി നിർദ്ദേശങ്ങളും നൽകി. പരിപാടി വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിചയം നൽകുന്നതോടൊപ്പം അവരുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചു. കാലാവസ്ഥാ റിപ്പോർട്ടിലേക്ക്. അങ്കമാലിയിൽ ഫെബ്രുവരി 27 മുതൽ അടുത്ത 3 ദിവസങ്ങളിൽ പൊതുവെ ചൂടും ഭാഗികമായ മേഘാവൃതവുമായ കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത്. പരമാവധി താപനില ഏകദേശം 33 മുതൽ 34 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനിടയുണ്ട്. രാത്രിയിൽ കുറഞ്ഞ താപനില ഏകദേശം 23 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ HOD മരിയ പോൾ ഡിസ് ന്യൂസിനോട് ചേരുന്നു. Hi everyone. Many young journalists and media students feel very nervous during interviews, presentations, or even in front of the camera. Their hearts are beating very fast, hands are numb, and totally black. So here are a few tips to help you with these situations. First, eat a big smile of 3 seconds. Even if it is fake, when you smile for 3 seconds, the facial muscles will send signals to your brain and it releases chemicals like dopamine and serotonin, which helps you make more happier and confident. The second one is take a deep breath of 5 seconds. Inhale for 4 seconds, hold for a second, and release in 5 seconds. The natural calm switch of your body is activated and your stress level decreases immediately. And now, finally, when you're at the end of your program, don't rush. Maintain your eye contact at the camera for 3 seconds. 3, 2, 1. And slowly move your eyes open. That will make your look more professional and confident. Remember, confidence is not something that you're born with, but that you can create. Thank you. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 24ാമത് കോളേജ് ഡേ ആഘോഷിച്ച് അങ്കമാലി ഡീപോൾ കോളേജ്. നീലേശ്വരത്തെ കുട്ടികൾക്കായി നിയമബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് ഡീപോൾ എക്സ്റ്റൻഷൻ സർവീസ്. സെറ്റ് ഡിസൈൻ വർക്ക്ഷോപ്പ് നടത്തി സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വിദ്യാർത്ഥികൾക്ക് നേതൃത്വ പരിശീലനവുമായി MBAയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. 2025-26 അധ്യയന വർഷത്തെ അവസാന ഡിസ്ബുള്ളറ്റിനാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും ഞങ്ങളോട് സഹകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. വാർത്തകൾ അവസാനിക്കുന്നു. യാത്ര തുടരുന്നു. നന്ദി, നമസ്കാരം.